ചിന്തയുമായി പുരോഹിതന്മാർ കടന്നു വരുമ്പോൾ അവർ ആദ്യം ചെയ്തത് നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ വെച്ചു കെട്ടുക എന്നതാണ്. അതെന്താണ്? മുസ്ലിം സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ, ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് നടത്തേണ്ട വിളിയും പ്രാർത്ഥനയും തേട്ടവും ഒക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താമെന്ന് പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഏത് വഹാബി പുരോഹിതന്മാരും തൗഹീദി പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസം. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വഹാബ് സഖാഫി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും ഇരവാദമാണോ, പയ്യാരം പറച്ചിലാണോ, അതോ അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ്. മുൻപ് നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. എങ്കിലും ഇതുപോലെയുള്ള പാതിരിമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. അല്ല, ഇവർ പറയുന്നതിൽ വല്ല കാര്യം ഉണ്ടെങ്കിലോ അല്ലേ? എന്നാൽ അതുണ്ടോ ഇല്ലേ എന്നുള്ളത് വഹാബ് സഖാഫിയുടെ കൂട്ടത്തിൽ തന്നെയുള്ള വഹാബ് സഖാഫിയുടെ വലിയ ഷെയ്ഖായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്അരി ബദ്രീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന, നിങ്ങൾ ഒരുപക്ഷെ മുമ്പ് കേട്ടതായിരിക്കാം, എങ്കിലും കേട്ടു നോക്കൂ. ബദ്രീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് കേട്ടു നോക്കൂ. നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദ്രീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദ്രീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ വഹാബ് സഖാഫിയെ അബ്ദുൽ ഹക്കീം അസ്അരി പറഞ്ഞത് പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വഹാബി പുരോഹിതന്മാർ നിങ്ങളുടെ മേൽ വെറുതെ കെട്ടിച്ചമച്ചതാണോ അതോ അതൊരു യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തതാരാ പറയുന്നത് നോക്കാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ, അവിടെ ബഹുമാനപ്പെട്ട എപി ഉസ്താദ് എത്തിയിട്ട് ഇമാം ഷാഫി തങ്ങളെ കാൽക്കൽ വെച്ചുകൊണ്ട് യാസീൻ ഇങ്ങനെ ഓതിയിട്ട് നേരിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളെ വിളിച്ചുകൊണ്ട്, മഹാനവറുകളെ, ഇവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന മസ്അല പ്രകാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ നിസ്കാരം, എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയ്യത്ത് നിസ്കാരം, അവരുടെ പെരുന്നാൾ നിസ്കാരം, അവരുടെ നിക്കാഹ്, അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും അത് ഷാഫിഈ ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നുണ്ട്. ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാൽക്കലും പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ഉസ്താദ് അവർക്ക് അല്ലാഹു തൗഫീഖ് കൊടുത്തില്ലേ. ഇത് കൂറ്റമ്പാറ ദാരിമി മൂപ്പര് പറഞ്ഞത് എ പി അബൂബക്കർ മുസ്ലിയാർ പോയിട്ട് ഷാഫി ഇമാമിൻ്റെ കാൽക്കൽ വെച്ചിട്ട് അങ്ങോട്ട് തേടി പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ മാത്രമല്ല, വേറെ ആരുടെയൊക്കെ കാൽക്കൽ പോയിട്ട്, ഏത് നൂറ്റാണ്ടുകൾ മുമ്പ് മരിച്ചു പോയ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ആളുകളെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറയണത്. വഹാബെ, ഇതൊക്കെ ഒന്ന് പോയി തിരുത്തിയിട്ട് വാ, എന്നിട്ടല്ലേ വഹാബി പുരോഹിതന്മാരുടെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങേണ്ടതുള്ളൂ. ഇനി അടുത്തത് അജ്മീർ ഖാജയുടെ മക്കാമിൽ പോയിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയ കഥയാണ്. വല്ലാത്ത ജാതി കഥയാണ്. കേട്ടോ കാണി. ഔറംഗസീബിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മൂപ്പര് സിയാറത്തിന് വന്നപ്പോ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ, അയാൾ കണ്ണ് കാണുന്നില്ല. ഉടനെ ഔറംഗസീബിന്റെ പ്രസ്താവന വന്നു, ഖാജയുടെ മുന്നിൽ ചെന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലമായി വരുന്ന അപ്പോഴൊക്കെയും നീ കണ്ണ് കാണാതെ ഇരിക്കുകയാണ്. ഞാൻ ഈ വരവും തിരിച്ചുണ്ട് കാണാതെ ഇവിടെ ഇരുന്നാൽ നിന്റെ തല വെട്ടിക്കളെ. നീ ഖാജയോട് ചോദിച്ച് കണ്ട കാഴ്ച തിരിച്ചു വാങ്ങണം. അപ്പയാണ് അയാളെ മനസ്സിക്ക് പേടി കുടുങ്ങിയത്. അദ്ദേഹത്തിന്റെ ബേജാറ് രാജാവല്ലേ പറഞ്ഞ് തലവെട്ടുമെന്ന്. അദ്ദേഹം അങ്ങ് വിളിച്ചു, ഖാജ, എന്റെ കണ്ണിന് കാഴ്ച തന്നില്ലെങ്കിൽ ഈ രാജാവിന്റെ തല വെട്ടിക്കളയും, നിൽക്കാൻ കഴിയില്ല. അയാളെ ബേജാറിന്റെ വിളി കൊണ്ട് തിരിച്ചു വരുമ്പോ ഔറംഗസീബിന് കാണേണ്ടി വന്നത് കാഴ്ചയുള്ള കണ്ണുമായി ആ മനുഷ്യനെയായി. ഇത് ഖാജയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഖാജയെ വിളിക്കും പോലെ വിളിച്ചാൽ, കാണും പോലെ കാണാൻ. പ്രിയപ്പെട്ടവരെ, ഖാജക്ക് ഇഷ്ടപ്പെട്ടത് ഖുൽ ഹുവല്ലാഹ് സൂറത്തുകൾ വർദ്ധിപ്പിക്കലാണ്. ഔറംഗസീബ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഖാജനോട് പോയിട്ട് കണ്ണിൻ്റെ കാഴ്ച ചോദിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ തല വെട്ടുന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. എന്ത് നോണയൊക്കെയാണ് മൊയിലിയാക്കന്മാരെ എങ്ങളീ പറഞ്ഞത്? വഹാബേ, ഇതൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് വാ, എന്നിട്ട് നമ്മൾ മറ്റേ ആ പണിക്കൊക്കെ നിൽക്കുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഖാജിൻ്റെ കഥ കഴിഞ്ഞു. ഇനി അടുത്ത തള്ള് UK മജീദ് മൊയിലിയർ പറയണതാണ്. ഏതോ മൂസ മുസ്ലിയാർ
അജറുൽ അസ്വദ് തൊട്ടുമുത്തണം എന്നും പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് CM മടവൂരിനോട് പ്രാർത്ഥിച്ച കഥ പറയുന്നുണ്ട്. വല്ലാത്ത ജാതി ജാഹിലീങ്ങളായി പോയി. ജാഹിലീങ്ങളെ കേട്ടോളി. വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ്. മുസ്ലിംസിലാർ പറയാണ്, ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാൽ എന്ന് പൂതി വെച്ച് ഇനി ഞാനിവിടാ ഏതായാലും എത്തൂല. ഇത് ഹറമിൽ എൻ്റെ എത്തൽ ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് പൂതി വെച്ച് നോക്കി, കഴിഞ്ഞില്ല, കഴിയാത്ത അവസ്ഥയാണ്. അത്രയും തിക്കും തിരക്കുമാണ്. മുസ്ലിംസിലാർ പ്രായമുള്ള ആളുമല്ലേ. അപ്പം മുസ്ലിംസിലാർ പറയാണ്, ഷെയ്ഖുനായ ഒന്ന് വിളിച്ചു നോക്കാം. മൂസ മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എൻ്റെ അവസ്ഥ അവിടെ അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മൊത്തം ഏതായാലും കഴിയില്ല, എനിക്കിൻ്റെ അവസാനത്തെ വരുത്താത്. ഇനി ഞാൻ അറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കയ്യും തോന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്കൊരൊറ്റ വിളി 11 ഫാത്തിഹ ഓതി. പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ഷെയ്ഖുനാ, അങ്ങനത്തെ സൗറാവില്ലാത്ര, അത് വേറെ കാര്യം. പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ഷെയ്ഖുനാ, അങ്ങനത്തെ സൗറാവില്ലാത്ര, അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോൾ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസ മുസ്ലിയാർ പറഞ്ഞ ഇത് അത്ര ആകോ എന്നൊരു ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോന്ന ഇതിൻ്റെ അപ്പുറാവും. അപ്പം എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ഷെയ്ഖുനാ നേടിയെടുത്തത്. കേട്ടില്ലേ? ഇനി അടുത്തത് പകര. നമുക്ക് തള്ളുകൾ കാണിക്കുമ്പോൾ പകരനെ ഒഴിവാക്കിയിട്ടൊരു തള്ളു ഇവിടെ കാണിക്കാൻ കഴിയില്ല. പകരം പറയുന്ന തള്ളെന്താണെന്നറിയോ? അള്ളാഹുവേ ആ രോഗം ശിഫയാക്കി നൽകണേ, അള്ളാഹുവേ രോഗം ശിഫയാക്കണേ എന്ന് CM പറയാറില്ല. പിന്നെ എന്താ പറയാറുള്ളത്? ആ രോഗം മാണ്ട. ഈ മാണ്ടാന്ന് പറയാൻ രോഗം കൊടുത്തത് CM ആണോ? അതുകൊണ്ട് വേണ്ടാന്ന് പറയാൻ അള്ള കൊടുത്ത രോഗം വേണ്ടാന്ന് അള്ളാഹ്ക്കേ പറയാൻ കഴിയുള്ളൂ. എന്ത് നോണയൊക്കെയാണ് വിറ്റ പറയുന്നത്. കേട്ടോ കാണി. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്കുള്ള അധികാരം ചില്ലറല്ല. അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ഷെയ്ഖുനാ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഷെയ്ഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷെയ്ഖുനാ വാക്ക് പറയാനേ ഇല്ല. ഷെയ്ഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ടാന്ന് പറഞ്ഞ പിന്നെ മാറി. കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിലെ ഒരു ദർസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ, ആ വീട്ടുകാരനാന്ന് പറയാം, 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി, എന്നിട്ട് ഇനി ഡോക്ടർമാരെ ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ടൈമും തെറ്റി, അത് അക്കാലവും കഴിഞ്ഞ്, അതും കുറെ കാലം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ CMന്റെ അടുത്തില്ല. അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം. ഇത് കിഡ്നി നഷ്ടപ്പെട്ട് രണ്ടിന്റെ പ്രവർത്തനം 100% നിലച്ച് പിന്നെ ഡയാലിസിസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ശുദ്ധിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അത് നടക്കാതെ വരുമ്പോൾ CM ഉലിമാനെത്തുമ്പോൾ അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. മാറുകയാണ്, വെറും ഒരു ലഭ്യമല്ലാതെ അതൊരു അധികാരം തന്നെയാണ്. ഇനി പ്രിയമുള്ളവരെ, CM മടവൂരിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പാട്ടാണ്. ഒരു മൊയിലേരുട്ടി കേട്ടോ കാണി. കരയുന്ന ഞങ്ങളെ കാണുന്ന തങ്ങളല്ലേ, കഥനങ്ങൾ തീർക്കുന്ന ജിഫ്രിയോറങ്ങല്ലേ, ഇടറുന്ന നേരത്ത് തുണയാകും അങ്ങല്ലേ, ഇക്കാണും മജ്‌ലിസിൽ കാവൽ നൽകുകില്ലേ, CK പാറയിൽ പൂത്തമലരെ മുഹമ്മദ് ജിഫ്രിയോരെ, ഇക്കാണും പാപികൾക്കെന്നും
കാവൽ നൽകിടണേ അങ്ങിൻ തുണ നൽകിടണേ CK പാറയിൽ പൂത്തമലരാ സയ്യിദേ ജിഫ്രിയോരേ ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ അർഹത ഇവർക്കില്ല സയ്യിദോരേ തങ്ങളോരേ എങ്കിലും ഈ ഖൽബിലേക്കൊരു നോട്ടം നൽകിടണേ നോട്ടം നൽകിടണേ. ഇനി കുരുവട്ടൂരി മൊയിലേരി കുട്ടിയല്ല, ഒരു മൊയിലേരി പൊട്ടൻ കുരുവട്ടൂരിയാണ്. ഏതോ ഒരു കുഞ്ഞാമതോ എന്തോ ആണ്. എന്തായാലും കേട്ടോക്കി. കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. കേട്ടല്ലോ. ഇനി നമ്മളെ ഉസ്താദിൻ്റെ പുത്രൻ ഉണ്ടല്ലോ, കാന്തൂർ ഉസ്താദിൻ്റെ പുത്രൻ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ കാന്തൂർ ഉസ്താദിൻ്റെ സീമന്ത പുത്രൻ ഉണ്ടല്ലോ, അക്കീം അസരി, അവർ വീണ്ടും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനല്ലേ പറഞ്ഞേ? വഹാബ് സഖാഫി പറഞ്ഞൊന്ന് കേട്ടോ കാണി. അള്ളാഹുവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്, അതല്ല അള്ളാഹു അല്ലാത്തവരോടാണോ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു തർക്കം മുസ്ലിം ലോകത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ല. വഹാബികളുമായി നമുക്ക് അങ്ങനെ ഒരു തർക്കവും മറ്റേ ഇല്ലതാനും. തന്നെ വഹാബെ പച്ച നുണയാണ് ഈ പറയപ്പെട്ട തലയക്കെട്ടന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കണമെന്നുള്ളത്. ഇതിൽ നിന്ന് ഇത് കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഈ സാധുവിന് മനസ്സിലായത്. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.